ഹലോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബേബി ജീസസിനെയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ബേബി ജീസസിനെ കിടത്താനുള്ള ബാസ്ക്കറ്റും കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി ആ വീഡിയോ കാണാൻ. നമ്മൾ ബാസ്ക്കറ്റും ഒരു ടർക്കി പോലെയുമാണ് നമ്മൾ ചെയ്തത്. ഇനി ഇതിൽ കിടത്താനുള്ള ആൾ ഉണ്ടാക്കണ്ടേ. പിന്നെ ഈശോയിനെയാണ്, ബേബി ജീസസിനെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് വൈറ്റ് കളറാണ്. പിന്നെ നിങ്ങൾ സ്കിൻ കളറിന് ഏതാണ് ഉപയോഗിക്കുന്നത്, ബേജോ ക്രീമോ, നിങ്ങൾ സ്കിൻ കളറിന് ഏതാണ് ഉപയോഗിക്കുന്നത് ആ യാണുമാണ് നമുക്ക് വേണ്ടത്. നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് കോട്ടൺ ബ്രാൻഡിൻ്റെ കോട്ടൺ 4 പ്ലൈ ആണ്. ഓക്കെ. ആൻഡ് 2.5 mm ഹുക്കാണ്. പിന്നെ നിങ്ങൾക്ക് സ്റ്റിച്ച് മാർക്കർ, പോളിഫില്ല്, ഇത്രയും ഐറ്റംസാണ് ചെയ്യാനായിട്ട് വേണ്ടത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ആദ്യം എടുക്കേണ്ടത് വൈറ്റ് കളർ യാണ് എടുക്കുക. മാജിക് റിങ് ചെയ്തിട്ട് അതിലേക്ക് 6 സിംഗിൾ ക്രോഷിയാണ് ചെയ്യേണ്ടത്. ഓക്കെ, എല്ലാവർക്കും സിംഗിൾ ക്രോഷി ചെയ്യാനറിയാം. 6 സിംഗിൾ ക്രോഷി ഇപ്പോഴും ഫസ്റ്റ് സ്റ്റിച്ചിൽ സ്റ്റിച്ച് മാർക്കർ ഇടാനായിട്ട് ഓർക്കുക. അപ്പോൾ ഞാൻ ഈ റോ ഫുൾ 6 സിംഗിൾ ക്രോഷി ചെയ്തിട്ട് തിരിച്ചു വരാം. നമ്മളങ്ങനെ 6 സിംഗിൾ ക്രോഷി ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത റോയിൽ നമ്മൾ ചെയ്യേണ്ടത് മാജിക് റിങ് ക്ലോസ് ചെയ്യുക. ഫുള്ളി ടൈറ്റ് ആക്കണ്ട, അടുത്ത റോ കൂടി കഴിഞ്ഞിട്ട് ഫുള്ളി ടൈറ്റായിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാം. രണ്ടാമത്തെ റോയിൽ നമ്മൾ ചെയ്യുന്നത് സിംഗിൾ ക്രോഷി ഇൻക്രീസ് ആണ്. ഫസ്റ്റ് സ്റ്റിച്ചിൽ എപ്പോഴും സ്റ്റിച്ച് മാർക്കർ ഇട്ട് കൊടുക്കുക. ഈ റോ ഫുൾ നമ്മൾ സിംഗിൾ ക്രോഷി ഇൻക്രീസിലാണ്, ഓരോ സ്റ്റിച്ചിലും ഓരോ ഇൻക്രീസ് വീതം. അങ്ങനെ ടോട്ടൽ ഈ റോ കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് 12 സ്റ്റിച്ചുകളാണ് വേണ്ടത്. അപ്പം ഞാൻ ഈ സിംഗിൾ ക്രോഷി ഇൻക്രീസ് ഓരോ സ്റ്റിച്ചിലും ചെയ്തിട്ട് ഈ റോ കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം. നമ്മളങ്ങനെ ആ റോ കംപ്ലീറ്റ് ചെയ്തു. എന്നിട്ട് നമുക്കൊന്ന് മാജിക് റിങ് ടൈറ്റായിട്ട് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്തപ്പോൾ നമുക്ക് വേണ്ടത് ടോട്ടൽ 12 സ്റ്റിച്ചാണ്. ഇനി മൂന്നാമത്തെ റോ മുതൽ 6ാമത്തെ റോ വരെ നമ്മൾ ചെയ്യേണ്ടത് 12 സിംഗിൾ ക്രോഷി വീതമാണ്. അതായത് ഇൻക്രീസോ ഡിക്രീസോ ഒന്നുമില്ല, ജസ്റ്റ് ഓരോ സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷി വീതം നമ്മൾ മൂന്നാമത്തെ റോ മുതൽ 6ാമത്തെ റോ വരെ ചെയ്യുക. ഓരോ റൗണ്ട് ചെയ്ത് കഴിയുമ്പോഴും 12 സ്റ്റിച്ച് ഉണ്ടെന്ന് ഉറപ്പെടുത്തുക. അപ്പോൾ നിങ്ങൾ കൗണ്ട് ചെയ്തിട്ട് ചെയ്യാം. ഞാനപ്പോൾ മൂന്നാമത്തെ റോ മുതൽ 6ാമത്തെ റോ വരെ സിംഗിൾ ക്രോഷി ചെയ്തിട്ട് വരാം. നമ്മളങ്ങനെ 6ാമത്തെ റോ വരെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കളർ ചേഞ്ച് ചെയ്യണം. നിങ്ങൾ സ്കിന്നിന് ഏത് കളറാണോ യൂസ് ചെയ്യുന്നത്, ബേജോ ക്രീമോ ഓഫ് വൈറ്റോ, ഏത് കളറാണോ സ്കിന്നിന് ഉപയോഗിക്കാൻ പ്ലാൻ ചെയ്യുന്നത് ആ കളറ് യാണിലേക്ക് നമ്മൾ കളർ ചേഞ്ച് ചെയ്യണം വൈറ്റിൽ നിന്ന്. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ വൈറ്റ് തന്നെ ഉപയോഗിക്കണം. കാരണം ഒരു തുണിയിൽ പൊതിഞ്ഞതുപോലെ ഒരു ഫിഗർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഓഫ് വൈറ്റ് ഏതാണോ നിങ്ങൾ സ്കിൻ കളർ എടുക്കുന്നത് ആ കളറിലേക്ക് കളർ ചേഞ്ച് ചെയ്യുക. നിങ്ങളതിന് ഈ കാണുന്ന 2 ലൂപ്പിൽ കൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഏതാണോ ചേഞ്ച് ചെയ്യാൻ പോകുന്ന കളറ് അത് ഇതിൽ കൂടെ പുള്ള് ചെയ്തെടുക്കുക. ഇനി നമുക്ക് 7ാമത്തെ റൗണ്ടിൽ ചെയ്യേണ്ടത്, നമുക്ക് 12 സിംഗിൾ ക്രോഷി ഇൻക്രീസ് ഫ്രണ്ട് ലൂപ്പിൽ കൂടെ മാത്രം വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. അപ്പം നിങ്ങൾ ഈ 2 യാണും ചേർത്ത് വയ്ക്കുക. ഈ വൈറ്റ് യാണും ഈ ഓഫ് വൈറ്റ് യാണോ ബേജ് യാണോ ഏത് കളറാണോ നിങ്ങൾ സ്കിൻ ഉപയോഗിക്കണം അത് രണ്ടും കൂടി ചേർത്ത് വെച്ചിട്ട് അതിൻ്റെ കൂടെ ഒരുമിച്ച് തുന്നാൻ നോക്കുക. നമുക്ക് ചെയ്യേണ്ടത് ഫ്രണ്ട് ലൂപ്പിൽ കൂടെ സിംഗിൾ ക്രോഷി ഇൻക്രീസ് ആണ് നമുക്ക് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ 12 സിംഗിൾ ക്രോഷി ഇൻക്രീസ്, അതായത് ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ടോട്ടൽ 24 സ്റ്റിച്ചുകളാണ് വേണ്ടത്. ഓക്കെ. അപ്പോൾ ആദ്യത്തെ സ്റ്റിച്ചിൽ ചെയ്തു. ഇതുപോലെ തന്നെ ഫ്രണ്ട് ലൂപ്പിൽ കൂടെ മാത്രം ഫ്രണ്ട് ലൂപ്പിൽ കൂടെ മാത്രം നമുക്ക് സിംഗിൾ ക്രോഷി ഇൻക്രീസ് ചെയ്യാം. ടോട്ടൽ 24 സ്റ്റിച്ചാണ് ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ വേണ്ടത്. ഓക്കെ. അപ്പോൾ ഞാൻ ഈ റൗണ്ട് ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ചു വരാം. നമ്മളങ്ങനെ ഫ്രണ്ട് ലൂപ്പിൽ കൂടെയുള്ള ഇൻക്രീസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് വരുന്നത്, പുറത്തേക്ക് തള്ളി നിൽക്കും. നമുക്ക് ടോട്ടൽ 24 സ്റ്റിച്ചുകളാണ് വേണ്ടത്. ഇനി റോ നമ്പർ 8 മുതൽ 11 വരെ എല്ലാ റൗണ്ടിലും ഓരോ സിംഗിൾ ക്രോഷ്യ വീതമാണ് ചെയ്യേണ്ടത്. 8 മുതൽ 11 വരെയുള്ള റൗണ്ടിൽ ഇൻക്രീസോ ഡിക്രീസോ ഒന്നുമില്ല, നോർമൽ സിംഗിൾ ക്രോഷ്യയാണ് നമ്മൾ 8ാമത്തെ റോ മുതൽ 11ാമത്തെ റോ വരെ എല്ലാ സ്റ്റിച്ചിലും ചെയ്യേണ്ടത്. ഞാനത് കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ചു വരാം. നമ്മളങ്ങനെ 11ാമത്തെ റോ വരെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സ്റ്റഫിങ്ങിനുള്ള ടൈമാണ്. നിങ്ങൾക്ക് ഫൈബർ ഫില്ലോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പീസ് ഓഫ് യാൺസ് ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ അതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ. അത്യാവശ്യം നന്നായിട്ട് ഇവിടെ ഈ ഭാഗത്ത് വൈറ്റിൻ്റെ ഭാഗത്തേക്ക് ഇറക്കി ഫില്ല് ചെയ്ത് വയ്ക്കുക.
നമുക്ക് വേസ്റ്റ് ആണുങ്ങളൊക്കെ ഇങ്ങനെയും പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത റോയിൽ ചെയ്യേണ്ടത് 12ാമത്തെ റോയാണ്. 12ാമത്തെ റോയിൽ ചെയ്യേണ്ടത് ആദ്യത്തെ സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷ്യ, രണ്ടാമത് ഡിക്രീസ്, സിംഗിൾ ക്രോഷ്യ ഡിക്രീസ്, സിംഗിൾ ക്രോഷ്യ ഡിക്രീസ് എന്നുള്ള രീതിയിലാണ് ചെയ്യേണ്ടത്. സിംഗിൾ ക്രോഷ്യ ചെയ്യുമ്പോൾ ഡിക്രീസ് ചെയ്യുമ്പോൾ ഫ്രണ്ട് ലൂപ്പിൽ കൂടെ മാത്രം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ടോട്ടൽ 16 സ്റ്റിച്ചുകളാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷ്യ, രണ്ടാമത്തെ സ്റ്റിച്ചിൽ ഡിക്രീസ് ചെയ്യുക. ഓക്കെ, ഇതുപോലെ സിംഗിൾ ക്രോഷ്യ ഡിക്രീസ് ഈ റൗണ്ട് ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ചു വരാം. ഓക്കെ, നമ്മളങ്ങനെ ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ റൗണ്ട് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് ടോട്ടൽ വേണ്ടത് 16 സ്റ്റിച്ചുകളാണ്. ഞാനൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ, നിങ്ങൾ ഇതിൻ്റെ കൂടെ തന്നെ ചെയ്ത് പോകുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ പാറ്റേൺ എഴുതി വയ്ക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ പ്രാവശ്യത്തെ നിങ്ങൾ ക്രിസ്മസിന് നിങ്ങൾ ക്രിബ് ഉണ്ടാക്കുന്നത് ക്രോഷ്യയുടെയാണ്, നമ്മളുടെ വീഡിയോ ഫോളോ ചെയ്ത് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് എനിക്കറിയാൻ വേണ്ടിയിട്ടാണ് എത്ര പേര് ഫോളോ ചെയ്ത് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. അല്ല നിങ്ങളിപ്പോൾ പാറ്റേൺ എഴുതി വെച്ചിട്ട് പിന്നെ ട്രൈ ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സന്തോഷമായിരിക്കും. ഓക്കെ, അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണ്, നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ കുറേ പേരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കും കുറച്ചും കൂടി ഒരു ഇതായിരിക്കും, ചെയ്യാനായിട്ട് നമുക്കൊരു മോട്ടിവേഷൻ ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത റോയിൽ നമ്മൾ 13ാമത്തെ റോയിൽ ചെയ്യാൻ പോകുന്നത് 8 ഡിക്രീസുകളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. 8 ഡിക്രീസ് ടോട്ടൽ നമ്മൾ ചെയ്യണം. ഓക്കെ, അപ്പോൾ 8 ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ടോട്ടൽ ആ റോയിൽ സ്റ്റിച്ചുകൾ വേണ്ടത് 8 എണ്ണമാണ്. ഓക്കെ, ഞാനപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ചു വരാം. നമ്മളങ്ങനെ ആ റൗണ്ട് കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് ടോട്ടൽ 8 സ്റ്റിച്ചുകളാണ് ആ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ വേണ്ടത്. ഇനി നിങ്ങളൊന്ന് പോളിഫില്ലോ അല്ലെങ്കിൽ നിങ്ങളുടെ യാണോ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ ആഡ് ചെയ്തിട്ട് ഇതൊന്ന് സ്റ്റഫ് ചെയ്യേണ്ടിയിരിക്കുന്നു. എന്നിട്ട് മാത്രം ഇനി അടുത്ത ലാസ്റ്റ് റോ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ സ്റ്റഫിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് യാണോ അല്ലെങ്കിൽ പീസ് ഓഫ് യാൺസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പോളിഫില്ലായാലും യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, നന്നായിട്ട് സ്റ്റഫ് ചെയ്ത് കൊടുക്കുക. കാരണം നിങ്ങൾ സ്റ്റഫിങ് പ്രോപ്പറായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ലുക്ക് അതുപോലെ വരില്ല. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങൾ സ്റ്റഫിങ് പ്രോപ്പറായിട്ട് ചെയ്യുക. സ്റ്റഫിങ്ങിന് നിങ്ങൾക്ക് സെയിം കളർ യാൺ തന്നെ യൂസ് ചെയ്യണമെന്നില്ല കേട്ടോ. നിങ്ങൾ യാൺ വെച്ചാണ് സ്റ്റഫ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് കളർ യാൺ എടുത്തിട്ടായാലും സ്റ്റഫ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഞാനിതിപ്പോൾ സ്റ്റഫിങ് കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ച്. ഓക്കെ, നമ്മളങ്ങനെ സ്റ്റഫിങ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ലാസ്റ്റ് റോയിൽ നമുക്ക് 2 രീതിയിൽ ചെയ്യാം. ഒന്നില്ലെങ്കിൽ 4 ഡിക്രീസ് ചെയ്യാം, അല്ലെങ്കിൽ 8 സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ടായാലും നിങ്ങൾക്കത് കംപ്ലീറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് 8 സിംഗിൾ ക്രോഷ്യയാണ്. 8 സിംഗിൾ ക്രോഷ്യ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ സർക്കിൾ നമുക്ക് ക്ലോസ് ചെയ്തെടുക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഇത് റോയിൽ ഫുൾ 8 സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ട് തിരിച്ചു വരാം. ചെറിയ ബുദ്ധിമുട്ടുണ്ടാകും, ചെറിയ സർക്കിൾ ആയതുകൊണ്ട്, പക്ഷെ ഇത് കുഴപ്പമില്ല. നമുക്ക് 8 സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ 8 സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഇങ്ങനെ കൂർത്തായിരിക്കും ഇരിക്കുന്നത്. നിങ്ങളിതിന് അത്യാവശ്യം നീളത്തിൽ നമുക്ക് തുന്നാനുള്ളതാണ്. അപ്പോൾ അത്യാവശ്യം നീളത്തിൽ യാൺ കട്ട് ചെയ്തെടുക്കുക. യാൺ കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫാസ്റ്റൺ ഓഫ് ചെയ്യാം. ഫാസ്റ്റൺ ഓഫ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ നൂലിലൊന്ന് സൂചി ഓർക്കാം. എന്നിട്ട് നമുക്ക് അടുത്ത ഓരോ സ്റ്റിച്ചിൻ്റെയും ഫ്രണ്ട് ലൂപ്പിൽ കൂടെ ഇതുപോലെ ഒന്ന് തുന്നിക്കൊടുക്കാം. നിങ്ങളുടെ സ്റ്റഫിങ് ഇതുപോലെ പുറത്തേക്ക് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് അകത്തേക്ക് പ്രസ് ചെയ്ത് കൊടുക്കാം. നിങ്ങളങ്ങനെ 8 സ്റ്റിച്ചിൽ കൂടിയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് ഇത് പുള്ള് ചെയ്ത് ടൈറ്റ് ചെയ്യുക. ഓക്കെ, ടൈറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും വരുന്നത്. ഇത് നിങ്ങൾ ജസ്റ്റ് ആ സ്റ്റിച്ചിൽ കൂടെ ജസ്റ്റ് തുന്നി കൊടുത്താൽ മതിയാവും അങ്ങോട്ടും ഇങ്ങോട്ടും. അതപ്പോൾ സെക്യൂർ ആയിട്ടിരുന്നോളൂ. ഓക്കെ,
ഓക്കെ, നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാൺ കട്ട് ചെയ്തളയാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരു ഹാറ്റ് പോലെയാണ് ഉണ്ടാക്കേണ്ടത്. ഞാനത് ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിൻ്റെ പാറ്റേൺ ഇവിടെ ടൈപ്പ് ചെയ്ത് കാണിക്കാം. അപ്പോൾ നമുക്ക് ടോട്ടൽ ഇവിടെ ഉണ്ടാവുന്നത് 9 റോസാണ്. ആദ്യത്തെ റോയിൽ 6 സിംഗിൾ ക്രോഷ്യ, പിന്നെ സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ് ചെയ്യുക, പിന്നെ ഒരു സിംഗിൾ ക്രോഷ്യ ഒരു ഇൻക്രീസ്, അടുത്ത റോയിൽ 2 സിംഗിൾ ക്രോഷ്യ ഒരു ഇൻക്രീസ്, പിന്നെ ബാക്കിയുള്ള 5ാമത്തെ മുതൽ 9ാമത്തെ റോ വരെ ഫുൾ സിംഗിൾ ക്രോഷ്യ മാത്രം ചെയ്യാം. ഓക്കെ, നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതുപോലെ. ഓക്കെ, കണ്ടോ, ബാസ്ക്കറ്റിൽ കിടക്കുന്നത് പോലെ ഈ ഒരു ലുക്ക് ചെയ്യാൻ വേണ്ടി നമുക്കിനി കണ്ണ് ചെയ്യണം. കണ്ണില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കണ്ണും കൂടി നമുക്ക് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഒരു പാറ്റേണും കൂടി ചെയ്യാനുണ്ട്. ജസ്റ്റ് ഒരു ഡിവൈൻ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്, അതിൻ്റെ പാറ്റേൺ ഞാനിപ്പോൾ എഴുതി കാണിക്കാം. അത് നിങ്ങൾ യെല്ലോ കളറിൽ ചെയ്യാനായിട്ട് ശ്രമിക്കാം. മാജിക് റിങ് ചെയ്തിട്ട് 8 സിംഗിൾ ക്രോഷ്യ, അടുത്ത റോയിൽ സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ്, അതിൻ്റെ അടുത്ത റോയിൽ ഒരു സിംഗിൾ ക്രോഷ്യ ഒരു ഇൻക്രീസ് എന്നുള്ള രീതിയിൽ. ഓക്കെ, നമുക്കത് ഇതുപോലെ ഗ്ലൂ ചെയ്ത് വെക്കാനുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണുള്ളത്. ഇനി നമുക്ക് നമ്മുടെ ബാസ്ക്കറ്റിലൊന്ന് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്നൊന്ന് നോക്കാം. ഇനി നമുക്ക് വേണമെങ്കിൽ ഐസൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ. നമ്മൾ ബാസ്ക്കറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ജസ്റ്റ് 2 സൈഡ് നിങ്ങളിങ്ങനെ ഫോൾഡ് ചെയ്യുക, എന്നിട്ട് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്യുക. കണ്ടോ, 2 സൈഡ് ഇങ്ങനെ ഫോൾഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ബാസ്ക്കറ്റിലേക്ക് ഇറക്കി വയ്ക്കുക. ഓക്കെ, എന്നിട്ട് ബേബി ജീസസിനെ ഇങ്ങനെ കിടത്തുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ലുക്ക്. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത് കംപ്ലീറ്റ് ചെയ്യുക. കംപ്ലീറ്റ് ചെയ്തിട്ട് ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഏഞ്ചലിനെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബേബി ജീസസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പഴയ വീഡിയോസ് നമുക്ക് ചെയ്തിട്ട് ബാക്കിയുള്ളതും കൂടിയൊക്കെ കംപ്ലീറ്റ് ചെയ്ത് വയ്ക്കാം. ഓക്കെ, ബൈ.